ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ പുതുചരിത്രം കുറിച്ച് ഇന്ത്യക്ക് 3ാം കിരീടം. ഇതിഹാസങ്ങൾ പടിയിറങ്ങിയ ഇന്ത്യൻ ട്വന്റി ക്രിക്കറ്റിൽ എല്ലാ നിരാശകളും കുഴിച്ചുമൂടി യുവ തുർക്കികളുടെ വിജയാരവം. കന്നിക്കിരീടം സ്വപ്നം കണ്ടിറങ്ങിയ ന്യൂസിലൻഡ് പൊരുതാതെ തല താഴ്ത്തി. റെക്കോർഡുകൾ വാരിക്കുട്ടി ഇന്ത്യയുടെ പട്ടാഭിഷേകം. നിർഭാഗ്യം മാത്രം എന്നും സമ്മാനിച്ച അഹമ്മദാബാദിൽ ടോസ് നഷ്ടപ്പെട്ടെത്തുമ്പോൾ ബാറ്റർമാരിൽ തന്നെയായിരുന്നു സൂര്യകുമാറിന്റെ പ്രതീക്ഷ. സഞ്ജു സാംസണും അഭിഷേകും കത്തിക്കയറിയപ്പോൾ പവർ പ്ലേയിൽ തന്നെ ഇന്ത്യ 100-നെടുത്തെത്തി. ടൂർണമെന്റിൽ ഉടനീളം നിരാശപ്പെടുത്തിയ അഭിഷേക് ശർമ്മ എല്ലാ ഊർജവും ഫൈനലിന് നൽകി. 21 പന്തിൽ 52. അഭിഷേക് പുറത്തായപ്പോൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഏറ്റെടുത്ത് സഞ്ജു സാംസൺ. തുടർച്ചയായ 3ാം അർദ്ധ സെഞ്ചുറി. പിന്നെ കണ്ടത് സഞ്ജു ഇഷാൻ സഖ്യത്തിന്റെ വെടിക്കെട്ട്. 16ാം ഓവറിൽ 46 പന്തിൽ 89 റൺസുമായി സഞ്ജു പുറത്താകുമ്പോൾ ഇന്ത്യൻ സ്കോർ 200 കടന്നിരുന്നു. 25 പന്തിൽ 54 റൺസ് എടുത്ത് ഇഷാൻ കൂടി പുറത്തായതോടെ ഇന്ത്യൻ സ്കോറിംഗിന്റെ വേഗം കുറഞ്ഞു. വാലറ്റത്ത് കടമ നിറവേറ്റി ശിവൻ ദുബൈയുടെ വെടിക്കെട്ട്. 8 പന്തിൽ 26. ലോകകപ്പ് ഫൈനലിന്റെ ചരിത്രത്തിൽ ഒരു ടീമിന്റെ ഏറ്റവും വലിയ സ്കോറാണ് പിന്തുടരാൻ കിവീസിന് മുന്നിൽ ഇന്ത്യ ഉയർത്തിയത്. 255. ബാറ്റെടുത്തപ്പോൾ സഞ്ജു പടനയിച്ചെങ്കിൽ കിവീസ് ക്രീസിലെത്തിയപ്പോൾ ബുംറയ്ക്കായിരുന്നു ഊഴം. ബുംറ പന്തെറിയാൻ എത്തിയത് മുതൽ കിവീസിന്റെ തകർച്ചയും തുടങ്ങി. 4 ഓവറിൽ 15 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ് നേടി ബുംറ ലോകകപ്പ് ഫൈനൽ അവിസ്മരണീയമാക്കി. ഗ്യാലറിയിലെ 1 ലക്ഷം കാണികളെ നിശബ്ദരാക്കുമെന്ന് പറഞ്ഞ ന്യൂസിലൻഡ് നായകൻ മിച്ചൽ സാന്റ്നറിന്റെ വാക്ക് ടീം സീഫർട്ട് ഒഴികെ ആരും കേട്ടില്ല. ഇന്ത്യൻ ബൗളർമാരുടെ തകർപ്പൻ പ്രകടനത്തിനൊപ്പം ഫീൽഡർമാരുടെ പറക്കം ക്യാച്ചുകളും കൂടിയായപ്പോൾ ഇടവേളകളിൽ ഒന്നൊന്നായി കിവീസ് ബാറ്റർമാർ കൂടാരത്തിലേക്ക്. കിവീസ് പോരാട്ടം 159 ഒതുങ്ങിയതോടെ ഇന്ത്യക്ക് 96 റൺസിന്റെ റെക്കോർഡ് ജയം. ലോകകപ്പ് ഫൈനലിൽ ഒരു ടീമിന്റെ ഏറ്റവും വലിയ ജയമാണ് അഹമ്മദാബാദിൽ ഇന്ത്യ കുറിച്ചത്. കിവീസിന്റെ 8 താരങ്ങൾക്ക് 2 അക്കം കാണാനായില്ല. സീഫർട്ട് 52ഉം സാന്റ്നർ 43ഉം റൺസ് എടുത്തു. ലോകകപ്പിൽ ഇന്നോളം ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിട്ടില്ലെന്ന നാണക്കേടും ഇന്ത്യ കഴുകിക്കളഞ്ഞു. കിരീടം നിലനിർത്തുന്ന ആദ്യ സംഘം, 3 കിരീടം നേടുന്ന ആദ്യ ടീം, സ്വന്തം മണ്ണിൽ ഒരു ടീമിന്റെ ആദ്യ കിരീടം എന്നിങ്ങനെ റെക്കോർഡുകൾ ഒന്നൊന്നായി അഹമ്മദാബാദിൽ കടപുഴകി. മിന്നും ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച ബുംറ കളിയിലെ താരമായപ്പോൾ പരമ്പരയുടെ താരമായി സഞ്ജു തലയുയർത്തി. അലകടൽ പോലെ ഒഴുകി വന്ന ആരാധകർ സാക്ഷി. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലെ 1 ലക്ഷത്തിലധികം കാണികളുടെ ആരവത്തിന് കിരീടം കൊണ്ട് നന്ദി പറഞ്ഞു ഇന്ത്യ. ഇനി ഒരിക്കലും അവസാനിക്കാത്ത ആഘോഷത്തിലേക്ക്. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നിന്ന് അക്ഷയ് വി എസിനൊപ്പം രുചീഷ് രവീന്ദ്രൻ, ന്യൂസ് മലയാളം.